ഹലോ ഫ്രണ്ട്സ്, ലൈഫ് ടോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ലാസ്റ്റ് വീക്ക് ജിനോട്ടൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ ഇവിടെ ഓസ്ട്രേലിയയിൽ നമുക്ക് ബർത്ത്ഡേ ആകുമ്പോൾ കുറേ ഫ്രീബീസ് കിട്ടും. അപ്പോൾ നമ്മൾ അതൊക്കെ വാങ്ങാൻ വേണ്ടി പോവുകയാണ്. ബർഗർ, പിസ്സ, ഐസ്ക്രീം, അങ്ങനെ ഇവിടുത്തെ മെയിൻ ബ്രാൻഡ്സിലേക്ക് സംഭവങ്ങൾ നമുക്ക് ഫ്രീ ആയിട്ട് ഒരു ബർത്ത്ഡേ സ്പെഷ്യലായിട്ട് അവർ നമുക്ക് തരും. അപ്പോൾ അതിന് നമ്മൾ കുറച്ച് ഇതൊക്കെ ചെയ്യാനുണ്ടെന്ന് വെച്ചാൽ, അതിൻ്റെ ആപ്പുകളൊക്കെ നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ട് അതിൽ നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവണം. എനിക്ക് തോന്നുന്നു നമ്മളൊരു മന്ത് മുന്നെങ്കിലും എല്ലാത്തിലും രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവണം. അപ്പോൾ നമുക്ക് ബർത്ത്ഡേ ആകുമ്പോൾ അല്ലെങ്കിൽ ആ ബർത്ത്ഡേ മന്ത് ആകുമ്പോൾ നമുക്ക് അവിടെ അവരുടെ മെയിൽ അല്ലെങ്കിൽ അതിൽ നോട്ടിഫിക്കേഷൻ വരും. നമുക്കിങ്ങനെ ബർത്ത്ഡേ സ്പെഷ്യലായിട്ട് ഇത് ഫ്രീ ആയിട്ട് ഇതുണ്ട്, നിങ്ങൾക്ക് വന്ന് വാങ്ങാമെന്ന് പറഞ്ഞുള്ളൊരു മെയിൽ എന്തെങ്കിലും വരും. അങ്ങനെ ആണ് നമ്മളിത് പോയി വാങ്ങുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ പോകുന്നത് ബോണ്ടൈ പിസ്സ അതാണ്. അതായത് ഒരാഴ്ച നമുക്കിത് കിട്ടും കേട്ടോ. ഒരു 1 മന്തോളം നമുക്ക് ഈ സംഭവങ്ങളൊക്കെ വാങ്ങാൻ പറ്റും. പലതിനും പല റിക്വയർമെൻറ്റ്സ് ആണ്. അപ്പോൾ നമ്മൾ ആദ്യം പിസ്സ കഴിക്കാനാണ് വന്നേക്കുന്നത്. ഇത് ബർത്ത്ഡേക്ക് മുന്നാണ് കേട്ടോ. ബർത്ത്ഡേയുടെ ഒരു 3-4 ദിവസം മുന്നേ ഉള്ള ദിവസമാണ് നമ്മളിത് വാങ്ങാൻ വന്നൊരു സൺഡേ. അപ്പോൾ ഇവിടെ നമ്മൾ അവിടെ ചെന്നിരുന്ന് ഡൈനിങ്ങാണ്, അവിടെ ചെന്നിരുന്ന് കഴിക്കണം. പിസ്സയായിരുന്നു. അതായത് പിസ്സയാണ് നമ്മൾ വാങ്ങിയത്. ആക്ച്വലി $25 ഒരു കൂപ്പണാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അതിന് എന്ത് വേണമെങ്കിലും നമുക്ക് വാങ്ങാം. അങ്ങനെ നമ്മളൊരു നല്ല പിസ്സ ഓർഡർ ചെയ്തു. അടിപൊളി പിസ്സയായിരുന്നു. നമ്മൾ ആദ്യമായിട്ടാണ് ഇവിടുത്തെ ഈ ബോണ്ടൈ പിസ്സയിൽ നിന്ന് പിസ്സ വാങ്ങിച്ച് കഴിക്കുന്നത്. അപ്പോൾ അടിപൊളി പിസ്സയായിരുന്നു. പിന്നെ നമ്മൾ ഫ്രീ ആയിട്ടല്ല ഇത് കഴിക്കുന്നതെന്ന് ഉള്ളൊരു കുറ്റബോധം ജിനോട്ടിന് ഭയങ്കരമായിട്ടുള്ളതുകൊണ്ട് നമ്മളൊരു ഐസ്ക്രീം സ്കൂപ്പും കൂടി എക്സ്ട്രാ വാങ്ങിയായിരുന്നു കേട്ടോ. വെറുതെ ഇത് മാത്രം കഴിക്കണ്ട എന്നുള്ളൊരിതുകൊണ്ട്. പക്ഷെ നമുക്ക് അങ്ങനെയൊന്നും ഫീൽ ചെയ്യില്ല. അവിടെ ഓൺലൈനാണ് നമ്മൾ ഇതൊക്കെ വാങ്ങേണ്ടതും സ്കാൻ ചെയ്ത് ഓർഡർ ചെയ്യേണ്ടതൊക്കെ ഓൺലൈനാണ്. എന്നിട്ട് നമ്മളുടെ കൂപ്പൺ കാണിക്കുക, അത്രേ ഉള്ളൂ പരിപാടി. അങ്ങനെ പിസ്സയൊക്കെ കഴിച്ചു നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ്. അന്നത്തെ ദിവസം പിന്നെ വേറെ ഒന്നും നമ്മൾ കഴിച്ചില്ല. ആദ്യം നമുക്ക് കിട്ടിയ ഓഫർ ഇതായിരുന്നു, ഈ ബോണ്ടൈ പിസ്സയുടെ ഓഫറായിരുന്നു. അപ്പോൾ അത് കഴിച്ചിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് നടക്കുന്ന വഴിക്ക് അവിടെ ഇങ്ങനെ ഇരിക്കാനൊക്കെ സ്ഥലമുണ്ട്. ട്രാം വരുന്ന ഒരു ഏരിയ. അപ്പോൾ നമ്മളവിടെ കുറച്ച് നേരം വെറുതെ ട്രാമൊക്കെ വരുന്നതൊക്കെ നോക്കി, പിസ്സയൊക്കെ കഴിച്ചതിൻ്റെ ക്ഷീണത്തിൽ നമ്മൾ ട്രാമൊക്കെ കണ്ട് അങ്ങനെ അവിടെ കുറച്ച് നേരമൊക്കെ ഇരുന്നിട്ടാണ് പിന്നെ വീണ്ടും നമ്മൾ നടന്ന് നമുക്ക് ട്രെയിൻ കയറണം. അപ്പോൾ വീണ്ടും നമ്മൾ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തോട്ട് നടന്ന് ട്രെയിൻ കയറാൻ വേണ്ടി പോയി. ട്രെയിൻ വന്നു, ട്രെയിൻ കയറി. ഇങ്ങനെയാണ് ഇവിടുത്തെ ട്രെയിൻ. ഡബിൾ ഡെക്കർ ആയിരിക്കും. താഴെയും ഇരിക്കാം, മുകളിലും ഇരിക്കാം. നമ്മളെപ്പോഴും മുകളിലിരിക്കാനാണ് പ്രിഫർ ചെയ്യുന്നത്. നമുക്ക് രണ്ടുപേർക്കും മുകളിലിരുന്ന് ഇരിക്കാനാണ് ഇഷ്ടം. അങ്ങനെ ട്രെയിനിലൊക്കെ കയറി നമ്മൾ അന്നത്തെ ദിവസം വേറെ ഒന്നും പോയില്ല. അന്ന് നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോയി. അതായത് നമുക്ക് ഇപ്പോൾ ഈ ബോണ്ടൈ പിസ്സ നമുക്ക് ആ മന്ത് എന്ന് വേണമെങ്കിലും വാങ്ങാമായിരുന്നു. പിന്നെ ഇത് ക്രിസ്പി ക്രീം, ഇവിടുത്തെ ഒരു ഫേമസ് ഡോണട്ടാണ്. അപ്പോൾ ഇവിടെയും നമ്മളിങ്ങനെ രജിസ്റ്റർ ചെയ്ത് നമുക്കിത് കിട്ടും. അപ്പോൾ ഇവിടുത്തെ ഏറ്റവും ബേസിക്സ് ആയിട്ടുള്ള ഡോണറ്റ് ഉണ്ട്. ഒരു 4 ഡോണറ്റിൻ്റെ ഒരു പാക്ക്, അത് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും. ഇവിടുത്തെ ഏറ്റവും ബേസിക് ഡോണറ്റാണ് കേട്ടോ അത്. അതിൻ്റെ ഒറിജിനൽ ഫ്ലേവറാണ്, മറ്റേ ഷുഗർ ഗ്ലേസ്ഡ് ആയിട്ടുള്ള ഫ്ലേവർ. അപ്പോൾ നമ്മളത് വാങ്ങി വരുന്ന വഴിക്ക് കഴിച്ചു. ഇത് വേറെ ദിവസമാണ് കേട്ടോ. ഇത് ആ ഒരാഴ്ച കിട്ടുമായിരുന്നു, നമുക്ക് എന്നാണെങ്കിലും വാങ്ങാമായിരുന്നു. പിന്നീട് നമ്മൾ പോയത് ബർത്ത്ഡേയുടെ അന്ന് ഒരു ഐസ്ക്രീമും ഹംഗ്രി ജാക്സിലെ ബർഗറും. അത് രണ്ടും ബർത്ത്ഡേയുടെ അന്ന് മാത്രമേ നമുക്ക് കിട്ടുള്ളായിരുന്നു. അപ്പോൾ അതാണെങ്കിൽ സർക്കിൾ കെയുടെ അവിടെ പോകുമ്പോൾ രണ്ടും അവിടെ അടുത്തടുത്തുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാമെന്ന് വെച്ചു. അങ്ങനെ ഇത് ബർത്ത്ഡേയുടെ അന്ന് ഒരു ഈവനിങ് നമ്മൾ പോയതാണ്. ഇതാണ് ജെലാറ്റിനിൻ്റെ ഐസ്ക്രീമും പിന്നെ ബർഗറും ഉണ്ടായിരുന്നു. ആദ്യം നമ്മൾ ഐസ്ക്രീം വാങ്ങി, നമുക്കിഷ്ടമുള്ള ഫ്ലേവർ നമുക്ക് ചൂസ് ചെയ്യാം. എന്നിട്ട് അങ്ങനെയായിരുന്നു അവിടുത്തേത്. അങ്ങനെ ഐസ്ക്രീമൊക്കെ വാങ്ങി. അവിടെ പിന്നെ അറിയാലോ, ഹാർബർ ബ്രിഡ്ജിൻ്റെയും ഒപ്പേറ ഹൗസിൻ്റെയൊക്കെ അവിടെയാണ് ഈ സർക്കിൾ കെ എന്ന് പറഞ്ഞ സ്ഥലം. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ കാഴ്ചകളൊക്കെ കണ്ടിരിക്കാൻ നല്ല രസമാണ്. പ്രത്യേകിച്ച് ഈവനിങ് ഒക്കെ അവിടെ പോയി വെറുതെ ചുമ്മാ ഇരിക്കാൻ, നമ്മൾ നാട്ടിലെ കടൽ തീരത്തൊക്കെ പോയിരിക്കുമ്പോൾ ആ ഒരു സെയിം ഫീലിംഗ് ആണ് ഇവിടെയും. നല്ല രസമാണ്. ഹാർബർ ബ്രിഡ്ജും അതുപോലെ നമ്മുടെ ഒപ്പേറ ഹൗസും നമുക്ക് ഒരുപോലെ അവിടെ നിന്നിട്ടുണ്ടെങ്കിൽ കാണാം. നല്ല വ്യൂ ആണ്. അപ്പം നമ്മളതൊക്കെ ആസ്വദിച്ചിട്ട് അവിടെ നിന്ന് കുറച്ച് നേരമൊക്കെ നടന്നു. വൈകിട്ട് ഒരു 5 മണി 6 മണി സമയമാണ്. അതൊക്കെ കഴിഞ്ഞ് പിന്നെയും നമുക്ക് വിശപ്പായപ്പോൾ അവിടെ തന്നെ അടുത്താണ് ഹംഗ്രി ജാക്സ് ഉള്ളത്. അവിടെ നിന്ന് നമുക്ക് ബർഗർ, ഒരു ബൂഫറാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അത് വാങ്ങി. എന്നിട്ട് അവിടെ തന്നെ ഇരുന്ന് കഴിക്കാനുള്ളൊരു സ്പേസ് ഉണ്ടായിരുന്നു. അപ്പോൾ രാത്രി ആയതുകൊണ്ട് തന്നെ വിശക്കുന്നുണ്ടായിരുന്നു. നമ്മൾ അവിടെ തന്നെ ഇരുന്ന് കഴിച്ചു. നല്ലൊരു എമ്മി ബർഗറായിരുന്നു. ഇത് നമുക്ക് അവരിപ്പോൾ തരുന്ന ഇതാണ്. ഇത് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റില്ല ഏത് വേണമെന്ന്. അവർ ഇതാണ് നമുക്ക് തന്നത്, അത് തന്നെ നമ്മൾ വാങ്ങുകയും ചെയ്യണം. അങ്ങനെയായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് അന്നത്തെ ദിവസം കഴിഞ്ഞു. ഇത് ലാസ്റ്റത്തെ ഒരിതാണ് ബൂസ്റ്റ് എന്ന് പറഞ്ഞ ജ്യൂസ്. അപ്പോൾ അതും കൂടി ഉണ്ടായിരുന്നു. അത് നമ്മുടെ ഇവിടെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു മോളിൽ അതിൻ്റെ ഇവിടുത്തെ ഒരു ഫേമസ് ജ്യൂസ്
ബ്രാൻഡാണെന്ന് തോന്നുന്നു ബൂസ്റ്റ്. അപ്പോൾ ഇവിടെ നമുക്ക് ചൂസ് ചെയ്യാം. നമ്മൾ മാംഗോ മാജിക് എന്ന് പറഞ്ഞ ഒരു ഫ്ലേവറാണ് ചൂസ് ചെയ്തത്. പക്ഷെ എനിക്കൊന്നും മാംഗോയും ബനാനയൊക്കെ ഇട്ട് അവർ അടിച്ചിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, അടിപൊളിയായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇതായിരുന്നു ഇന്ന് ഈ വിശേഷം. അപ്പോൾ അത്രേ ഉള്ളൂ. അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.